Hello students, welcome back. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഡർ ഓഫ് റിയാക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. ആക്ച്വലി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിൽ കോൺസെൻട്രേഷൻ്റെ എഫക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ റേറ്റ് ഇക്വേഷൻ പറഞ്ഞു അല്ലേ. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ. അവിടെ എക്സ് പ്ലസ് വൈ ദ സം ഓഫ് the powers of the concentrations of the reactants in a rate equation. Order is defined as the sum of the powers of the concentrations of the reactants. അല്ലേ, എങ്ങനെയായിരുന്നു നമ്മുടെ റേറ്റ് ഇക്വേഷൻ ഉണ്ടായിരുന്നത്? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ. എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ. ഫോർ എ ജനറൽ റിയാക്ഷൻ എ പ്ലസ് ബി gives cc plus dt. Okay, this was rate equation where K is called a rate constant. A and B are concentrations of the reactants A and B. X and Y are exponents which may or may not be equal to the stoichiometric coefficient. And the sum of X and Y is called the order of the reaction. The sum of the powers of the concentrations of the reactants in a rate equation is called the order of reaction. Okay, and X is order with respect to A, reactant A. This is order with respect to reactant B. Okay, A with respective ആയിട്ടുള്ള ഓർഡർ ഇത്, ബിക്ക് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഓർഡർ ഇത്. ഓക്കെ, അതിൻ്റെ രണ്ടിനും കൂടി സമ്മ് ഓവറോൾ ഓർഡർ എന്ന് പറയും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു റിയാക്ടൻറ്റും നമ്മൾ ഓർഡർ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് അവിടെ ഓർഡറിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു. നമ്മളവിടെ റേറ്റിൻ്റെ യൂണിറ്റ് എഴുതി, അതിനുശേഷം റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് എഴുതി, യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ഡിഫറെൻറ്റ് ഓർഡർ റിയാക്ഷൻസ് പറഞ്ഞു. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ അബൌട്ട് സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡറിനെയും ഫസ്റ്റ് ഓർഡറിനെയും ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. ഓക്കെ, അപ്പോൾ വാട്ട് യു മീൻ ബൈ സീറോ ഓർഡർ റിയാക്ഷൻ? ഫോർ എ റിയാക്ഷൻ A gives B. Okay, A gives B. The rate is equal to K into A raised to 0. ഇതാണ് ആക്ച്വലി സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് വെച്ചാൽ സം ഓഫ് ദി പവേഴ്സ്. ഇവിടെ ഞാൻ ഒരു റിയാക്ടൻ്റെ എടുത്തുള്ളൂ. ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എയും ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എയും സീറോ ആണ്. ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ഓർഡർ വിത്ത് റെസ്പെക്ട് ടു റിയാക്ടനും സീറോ ആണ്. ഓവറോൾ ഓർഡറും ഓർഡർ ഓഫ് ദ റിയാക്ഷനും സീറോ ആണ്. ഓക്കെ, ഓവറോൾ ഓർഡറും എന്ന് വെച്ചാൽ അതിനാണ് നമ്മൾ ഓർഡർ എന്ന് പറയാം. ഓക്കെ, ഓർഡർ എന്ന് വെച്ചാൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആണ്. മറ്റേത് നമ്മൾ എങ്ങനെ തന്നെ പറയും, ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ റിയാക്ടൻ. വിത്ത് റെസ്പെക്ട് ടു എ റിയാക്ടൻ, അത് രണ്ടും എന്താണ് ഇവിടെ? അത് രണ്ടും ഇവിടെ സീറോ ആണ്. ഓക്കെ, ഓർഡർ ഓവറോൾ ഓർഡറും സീറോ ആണ്. ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ റിയാക്ടൻറ്റും സീറോ ആണ്. ഓക്കെ, അപ്പോൾ റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അപ്പോൾ എ റേസ് ടു സീറോ എന്ന് വെച്ചാൽ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു സീറോ. എനി ക്വാണ്ടിറ്റി റേസ് ടു സീറോ ഇസ് 1. Rate is a constant. Rate is equal to K. Rate and rate constant are same. Rate of the reaction is equal to rate constant. If you draw a graph to represent a zero order reaction, okay, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലോട്ട് ചെയ്യുന്നു, റേറ്റ് പ്ലോട്ട് ചെയ്യുന്നു. Rate is plotted here and concentration of reactants plotted here. Concentration of reactants. Concentration of reactant ഈ റേറ്റ് ഇക്വേഷനിലേ ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് വരച്ചാൽ ദ റേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ മാറുന്നതിനനുസരിച്ച് റേറ്റ് മാറത്തില്ല. വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് ഈസ് പാരലൽ ടു ദ എക്സ് ആക്സിസ്. കാരണം എന്താ? റേറ്റ് എന്തിനനുസരിച്ച് മാറുന്നില്ല? ദ റേറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ് വിത്ത് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ. സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് സീറോ ഓർഡർ റിയാക്ഷൻ. സോ സീറോ ഓർഡർ റിയാക്ഷൻ is defined as the reaction in which its rate is independent of the concentrations of reactants. So ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നുള്ളൂ എന്താണ്? ഈ എ ഇവിടുന്ന് പോവല്ലോ. അപ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു കെ. ഇവിടെ റേറ്റ് ഇക്വേഷനിൽ എന്തില്ല? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇല്ല. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിയാക്ഷൻ ഇൻ വിച്ച് the rate is independent of the
concentration of the reactant. Okay, and this is the graph for zero order reaction. Okay, അപ്പോൾ നമുക്ക് zero order reaction examples നോക്കാം. The first example is zero order reaction എന്ന് വെച്ചാൽ കുറച്ച് rare reactions ആണ്. So we should know the examples. ഒന്ന്, the first one is class of photochemical reaction. Example മനസ്സിലാക്കി വെച്ചാൽ മതി, explanations ഒന്നും ആവശ്യമില്ല. Photochemical reactions. Photochemical reactions are the reactions which takes place in the presence of light. Okay, one example, H2 plus Cl2 gives in the presence of Hν. What is Hν? Hν is the quantum of light. Okay, E is equal to Hν. It is energy. Gives 2HCl is a, if it is in the presence of Hν, that is a photochemical reaction. A chemical reaction takes place in the presence of light is called photochemical reaction. They are normally does not depends on the concentrations of the reactant when we measure it experimentally. Okay, where a reactions, that means photochemical reaction is a class of compounds, and the next is reactions takes place on the metal surface. Reactions takes place on the metal surface. And an example on 2NH3 gives ammonia decomposing plus gives N2 plus 3H2 in the presence of a platinum catalyst. This is the decomposition of ammonia in the presence of N2 and H2. ഇവിടെ ശരിക്കും നിങ്ങൾ സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് 5th one. അതിൽ പഠിക്കുന്ന ഒരു സംഗതിയുണ്ട്, അഡ്സോർപ്ഷൻ. നിങ്ങൾ കഴിഞ്ഞ വർഷം കേട്ടിട്ടുണ്ട് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അഡ്സോർപ്ഷൻ, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് അഡ്സോർപ്ഷൻ? Adsorption is the accumulation of particles on a surface. Okay, accumulation, if this is a surface, ഇതിൽ particles വന്നിട്ട് accumulate, collect ചെയ്യപ്പെടുക, that is adsorption. അകത്തേക്ക് ആഗിരണം ചെയ്യുന്നതിന് absorption എന്നാണ് പറയാം, that is absorption. Okay, both are different. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അഡ്സോർപ്ഷൻ പഠിക്കാനുണ്ട്. നിങ്ങൾ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി ഒക്കെ പഠിച്ചിട്ടുണ്ട്, രണ്ടിൻ്റെ ഡിഫറൻസും പഠിക്കാനുണ്ട്. അഡ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസും പഠിക്കാനുണ്ട്. ഓക്കെ, അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സർഫസ് ഉണ്ടായിരിക്കും, ഒരു സർഫസ് ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യണം. ആ സർഫസിൻ്റെ മേലേക്ക് ഏതെങ്കിലും ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അഡ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർ തമ്മിൽ ചെറിയൊരു അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അത് ഫിസിക്കലാവാം, കെമിക്കലാവാം. ജസ്റ്റ് ഫിസിക്കൽ അട്രാക്ഷൻ, വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആവാം. അങ്ങനെയാണെങ്കിൽ അതൊരു ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്നാണ് പറയുക. അവിടെ ഒരു കെമിക്കൽ ബോണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കെമിക്കൽ അഡ്സോർപ്ഷൻ എന്നാണ് പറയുക. അങ്ങനെ ആണെങ്കിൽ ഈ സബ്സ്റ്റൻസ് അഡ്സോർബ് ചെയ്യപ്പെട്ട സബ്സ്റ്റൻസിനെ നമ്മൾ പറയാം അഡ്സോബേറ്റ്. ജസ്റ്റ് ഒന്ന് തിയറി റിമൈൻഡ് ചെയ്യണം, അഡ്സോബേറ്റ്. ഓക്കെ, അഡ്സോർബ് ചെയ്യപ്പെട്ട ഒരു സർഫസ് ഉണ്ട്, അത് അഡ്സോർബൻ്റ് ആണ്. സോ adsorption is the phenomenon, is the process of collection of an adsorbate on an adsorbent. Okay, is the accumulation of adsorbate on an adsorbent is called adsorption. Okay, അങ്ങനെ അഡ്സോർപ്ഷനിൽ നമുക്ക് ഈ ഒരു റിയാക്ഷൻ്റെ പ്രത്യേകത, ദിസ് ഇസ് എ ഗ്യാസ്. ഓക്കെ, NH3 is a gas, N2 is a gas, H2 is a gas, platinum is a solid. ഇതിനെ പറയുന്ന പേര് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് എന്നാണ്. Heterogeneous catalysis. എന്തുകൊണ്ടാണ് ഹെറ്ററോജീനിയസ് കാറ്റാലിസിസ് എന്ന്? ഇറ്റ് ഈസ് എ കാറ്റലിറ്റിക് പ്രോസസ്. കാരണം അവിടെ ഒരു കാറ്റലിസ്റ്റ് ഉണ്ട്. ആ കാറ്റലിറ്റിക് പ്രോസസ്സിൽ പിന്നെ കാറ്റലിസ്റ്റ് മാത്രം വേറൊരു ഫേസിലാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് ഹെറ്ററോജീനിയസ് കാറ്റാലിസിസ്. എല്ലാം ഒരേ ഫേസിലാണെങ്കിൽ അത് ഹോമോജീനിയസ് കാറ്റാലിസിസ് ആണ്. നമുക്ക് പിന്നെ ഇതിൽ, അതായത് സർഫസ് കെമിസ്ട്രിയിൽ അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. അഡ്സോർപ്ഷൻ, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അഡ്സോർപ്ഷൻ പറഞ്ഞത്. അഡ്സോർപ്ഷൻ തിയറി, ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാണ്. അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്. അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്. ഓക്കെ, അത് പ്രകാരം ഒരു റിയാക്ടൻ്റ് ഒരു കാറ്റലിസ്റ്റിൻ്റെ മേലേക്ക്, കാറ്റലിസ്റ്റ് സോളിഡ് ആയിരിക്കും. കാറ്റലിസ്റ്റ് ഈസ് എ സോളിഡ്. ഓക്കെ, ആ സോളിഡിൻ്റെ മേലേക്ക് റിയാക്ടൻറ്റുകളുണ്ടാവും. സപ്പോസ് ദിസ് ഈസ് എ റിയാക്ടൻറ്റ്, ദിസ് ഈസ് വൺ റിയാക്ടൻറ്റ്, ദിസ് ഈസ് അനദർ റിയാക്ടൻറ്റ്. ഓക്കെ, ദിസ് ഈസ് അനദർ റിയാക്ടൻറ്റ്.
വൈറ്റ് ഈസ് എ റിയാക്ടൻറ്റ്, യെല്ലോ ഈസ് എ റിയാക്ടൻറ്റ്. ആദ്യം ഇവർ രണ്ടുപേരും കൂടി ഇതിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്ത് വരികയാണ്. ഇയാൾ ഇങ്ങോട്ട് വന്നു, ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നു. അതാണ് കാറ്റലിസ്റ്റിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ശ്രദ്ധിച്ചോളുക, കാറ്റലിസ്റ്റിൻ്റെ സർഫസ് അവിടെ തന്നെ ഉണ്ട്, അതിനുശേഷം അവിടെ റിയാക്ടൻ്റ് ഇതിലേക്ക് എന്ത് ചെയ്യും? അഡ്സോർബ് ചെയ്യപ്പെട്ടു. ദിസ് ഈസ് അഡ്സോർപ്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത റിയാക്ടൻറ്റും ഇവിടെ അഡ്സോർബ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവർ രണ്ടുപേരും അടുത്തടുത്ത് വരികയാണ്. അപ്പോൾ ഇതിന് ഇതുമായിട്ടും ഇൻറ്ററാക്ട് ചെയ്യാം. ഓക്കെ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ ആ കാറ്റലിസ്റ്റ്, ഇത് സ്റ്റെപ്പ് വൈസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അടുത്ത ചാപ്റ്ററാണ് സർഫസ് കെമിസ്ട്രി. ഈ റിയാക്ടൻറ്റും അടുത്തേക്ക് വരും. ഓക്കെ. അപ്പോൾ അവിടെ എന്ത് ചെയ്യാണ്? ഇവർ തമ്മിലൊരു കെമിക്കൽ ബോണ്ട് ഉണ്ടാകുകയാണ്. ദിസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്റ്റ്. ഓക്കെ. പ്രൊഡക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാൽ അഡ്സോർപ്ഷനാണ്. ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? കെമിക്കൽ റിയാക്ഷൻ. കെമിക്കലി ഇവരെന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. പിന്നെ എന്തായി? പ്രൊഡക്റ്റ് ആയിട്ട് മാറി. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും ഇത് പിന്നെ വേറെ ആളായി മാറി. ദിസ് ഇസ് ബിക്കം എ ന്യൂ വൺ. ഓക്കെ. ആ പ്രൊഡക്റ്റ് ദാറ്റ് ഷുഡ് ബി ഡീസോപ്ഷൻ. അബ്സോർപ്ഷൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡീസോപ്ഷൻ. അവിടെ നിന്ന് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ഇതാണ് ചുരുക്കി പറഞ്ഞത്. ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്താണ്? ഇത് പ്രൊഡക്റ്റ് ആയിട്ട് കൂട്ടുക. ദിസ് ഇസ് ദ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ഡീസോപ്ഡ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് ഞാൻ അതിനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഹൗ ദ റിയാക്ഷൻ ഈസ് ബിക്കമിങ് സീറോ ഓർഡർ എന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് ഒരു സർഫസ് ഉണ്ട്. ആ സർഫസിലേക്ക് എന്ത് ചെയ്യും? N2 വരും. ആ സർഫസ് എന്താ? പ്ലാറ്റിനമാണ്. ദാറ്റ് പ്ലാറ്റിനം ഈസ് സോളിഡ്. ഇത് പ്ലാറ്റിനമാണ്. ആ സർഫസിലേക്ക് N2 ഗ്യാസും വരും, H2 ഗ്യാസും വരും. And they get adsorbed. അവിടെ എന്ത് ചെയ്യുന്നു? അഡ്സോർബ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഇവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ വരികയാണ്. ആ ഇൻട്രാക്ഷൻ വരുന്ന സമയത്ത് അവർ റിയാക്ട് ചെയ്യും. ഓക്കെ. റിയാക്ട് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറും? ദാറ്റ് ബിക്കംസ്, നമ്മുടെ ഈ സർഫസിൽ വെച്ചിട്ട് ദാറ്റ് ബിക്കംസ്, അവിടെ ഞാൻ ഒരു H2 എന്ന് എഴുതിയിട്ടുള്ളൂ, ദാറ്റ് ബിക്കംസ് 2NH3. N2 + 3H2 gives 2NH3. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്. അപ്പോൾ ഇതെങ്ങനെ സീറോ ഓർഡർ ആണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു സർഫസ് ഉണ്ടല്ലോ, ഹിയർ ഓൾറെഡി എ സർഫസ്. ഓക്കെ. ആ സർഫസിലേക്ക് ഞാൻ റിയാക്ടൻറ്റുകളെ എന്ത് ചെയ്യാം? റൗണ്ട് ആയിട്ട് കാണിക്കാം. റിയാക്ടൻറ്റ് വരണം. എന്നിട്ട് റിയാക്ഷൻ തുടങ്ങണമെങ്കിൽ ഈ റിയാക്ടൻറ്റുകൾ ആദ്യം N2, പിന്നെ H2, പിന്നെ N2, പിന്നെ H2, പിന്നെ N2, പിന്നെ H2. ആ സർഫസ് എന്തായിരിക്കണം? അത് അവിടെ സാച്ചുറേറ്റഡ് ആവണം. ആ സർഫസ് എന്ത് ചെയ്യണം? അവിടെ ഫില്ലായി കഴിഞ്ഞാൽ മാത്രമേ, സാച്ചുറേറ്റഡ് ആയതിൽ മാത്രമേ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആദ്യം നമുക്ക് എന്തുണ്ട്? ഒരു സർഫസ് ഉണ്ട്. ആ സർഫസിലേക്ക് ആദ്യത്തെ ആൾ വന്നു, രണ്ടാമത്തെ ആൾ വന്നു, N2 വന്നു, H2 വന്നു. റിയാക്ഷൻ നടക്കില്ല. അവരെന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യും? അടുത്ത ആളുകൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത ആളുകൾ വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു കാറ്റലിസ്റ്റിൻ്റെ സർഫസ് ഏരിയ അനുസരിച്ചുള്ള ഒരു കോൺസെൻട്രേഷൻ മാത്രമാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ ഒരു ബാച്ച് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ആയാൽ ഇവർ ഇവിടുന്ന് ഡീസോർബ് ചെയ്യും. എന്നിട്ട് അടുത്ത ആളുകൾ വരും, ഇതേപോലെ ഒരു ബാച്ച് വരും. അത് അവിടെ എന്ത് ചെയ്യും? വീണ്ടും അഡ്സോർബ് ചെയ്യും, റിയാക്ട് ചെയ്യും, ഡീസോർബ് ചെയ്യും. ഇങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക. ഒരു കാറ്റലിസ്റ്റിൻ്റെ സർഫസ് ഉണ്ട്. ആ സർഫസ് സാച്ചുറേറ്റഡ് ആയി ഫില്ലാവുന്നവരെ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം വരുമ്പോൾ, രണ്ടാമത് വരുമ്പോൾ ഇത് ഫില്ലാവുന്നത് വരെ എന്ത് ചെയ്യുന്നില്ല? സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇനിയോ കൂടുതലുണ്ടെങ്കിലോ? എല്ലാത്തിനും കൂടി ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? അഡ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും എപ്പോഴും ഇതിൻ്റെ സർഫസിൽ റിയാക്ട് ചെയ്യുന്ന, ഈ പെർട്ടിക്കുലർ ഏരിയയിലുള്ള സർഫസിൽ റിയാക്ട് ചെയ്യുന്ന റിയാക്ടൻറ്റിൻ്റെ എണ്ണം സെയിം അല്ലേ? കാരണം കുറച്ച് വന്നാൽ റിയാക്ഷൻ നടക്കുന്നില്ല. കൂടുതൽ വന്നാൽ കൂടുതലുള്ള ആളുകൾക്ക് അഡ്സോർബ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ വെയിറ്റിംഗ് ആണ്. അടുത്ത ബാച്ചിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ എ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഓൺ ദ മെറ്റൽ സർഫസ് നോർമലി സീറോ ഓർഡർ ആണ്. കാരണം എന്താ? ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് കോൺസെൻട്രേഷൻ. കുറച്ച് കോൺസെൻട്രേഷൻ ആണെങ്കിൽ കാറ്റലിസ്റ്റ് സർഫസ് സാച്ചുറേറ്റഡ് ആവുന്നവർ റിയാക്ട് ചെയ്യത്തില്ല. ഇനി കൂടുതലുണ്ടെങ്കിലോ അവിടെ അഡ്സോർബ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താണ്? എപ്പോഴും അവിടെ കോൺസെൻട്രേഷൻ സെയിം ആണ്. എന്ന് വെച്ചാൽ റിയാക്ഷൻ്റെ സ്പീഡിനെ എന്ത് ബാധിക്കുന്നില്ല? That does not depends on the concentration of the reactant. That is the second example. Okay, that is the photochemical reactions are the first example, and reaction that takes place on the metal surface is the second example. Okay, second metal surface നടക്കുന്ന റിയാക്ഷൻസിന് വേറെയും എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. മെറ്റൽ സർഫസിൽ നടക്കുന്ന റിയാക്ഷൻസിന് വേറെയും എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ,
അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വേറെയും എക്സാമ്പിൾസ് ഉണ്ട്. അതിന് വേണമെങ്കിൽ ഒന്ന് എഴുതാം. അതിൽ ഇത് 1, ഓക്കെ, and the second one N2O in the presence of platinum is N2 plus half O2. N2 plus half O2. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞൊരു എക്സാമ്പിൾ ചെറിയൊരു മിസ്റ്റേക്ക്. ഞാൻ N2ഉം H2ഉം പ്ലാറ്റിനത്തിൻ്റെ മേലേക്ക് വന്നു NH3 ആയി എന്നാട്ടോ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. എങ്ങനെയാണ്? നമ്മളൊരു കാറ്റലിസ്റ്റ് സർഫസ് എടുക്കുന്നു, ഒരു NH3 വരുന്നു, അടുത്ത NH3 വരുന്നു, അവർ രണ്ടുപേരും കൊളൈഡ് ചെയ്തിട്ട് N2 ആൻഡ് H2 ആയിട്ട് മാറുകയാണ് റിയാക്ഷൻ. ഞാൻ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു പോയി. പക്ഷേ കോൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടി എടുത്ത റഫ് എക്സാമ്പിൾസ് ആണ്. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. അമോണിയയുടെ ഫോർമേഷൻ അല്ല, അമോണിയ റിയാക്ട് ചെയ്ത് അമോണിയ ഡിക്കമ്പോസ് ചെയ്തിട്ട് നൈട്രജനും ഹൈഡ്രജനും എന്ന റിയാക്ഷൻ ആണ് എന്നുള്ളത് കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കൊള്ളാം. ക്ലിയർ ആണല്ലോ? അതേപോലെ N2O പ്ലാറ്റിനം സർഫസിൽ N2 plus half O2 ആവുന്ന പ്രോസസ്സും ഇറ്റ് ഓൾസോ സീറോ ഓർഡർ, ബിക്കോസ് ദറ്റ് ഈസ് on the metal surface. Most of the, not all, most of the reactions that takes place on the metal surface follows zero order. Okay? പിന്നെ അവിടെ റിയാക്ഷൻ ആണ്. മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് enzymes are biochemical catalyst. Enzyme catalyzed reactions. Enzymes are biochemical catalyst അറിയില്ലേ? That catalyze the metabolic process, metabolic reactions in our body. നമ്മുടെ ബോഡി ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. ഈ കെമിക്കൽ ഫാക്ടറിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ലൈക്ക് ഡൈജഷൻ, ഓക്കെ, ഇതെല്ലാം കാറ്റലൈസ് ചെയ്യുന്നത് എൻസൈംസ് ആണ്. നിങ്ങൾ ബയോളജി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും. ഈ എൻസൈം കറ്റാലിസിസിന് ഒരു മെത്തേഡ് ഉണ്ട്, ഒരു മെക്കാനിസം ഉണ്ട്. അത് നിങ്ങൾ സർഫസ് കെമിസ്ട്രി തന്നെയാണ് പഠിക്കുന്നത്. അവസാനം പിന്നെ നിങ്ങൾ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫിലും അത് പഠിക്കുന്നുണ്ട്. എൻസൈം എന്ന് പറയുന്ന ആള് നമ്മൾ ബോഡിയിൽ ഒരു റിയാക്റ്റൻ്റ് ഉണ്ടാവും. ആ റിയാക്റ്റൻറ്റിനെ വിളിക്കുക സബ്സ്ട്രേറ്റ് ആണ്, എസ്. ഓക്കെ, ഇവിടുത്തെ റിയാക്റ്റൻറ്റിനെ വിളിക്കുക സബ്സ്ട്രേറ്റ് ആണ്. ആ എൻസൈമും റിയാക്റ്റൻറ്റും കൂടി റിയാക്ട് ചെയ്തിട്ട് ആദ്യം ഇവർ തമ്മിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ബോണ്ട് ഉണ്ടാക്കും. ഓക്കെ, ഒരു ടെമ്പററി ബോണ്ട് ഉണ്ടാക്കും. ഇതിൻ്റെ ഒരു പേരൊക്കെ ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ്. ആദ്യം അവരൊരു ബോണ്ട് ഉണ്ടാക്കും. എന്നിട്ട് ഇവർ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഈ എൻസൈം ഇതിനെ മാറ്റിക്കളയും. എൻസൈമിന് മാറ്റം ഉണ്ടാവില്ല, ബിക്കോസ് ദേ ആർ കാറ്റലിസ്റ്റ് E+P. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ്. ഫസ്റ്റ് മേക്കിംഗ് ദ ഇന്റർമീഡിയറ്റ് ബോണ്ട്, ദെൻ ഡികമ്പോസിംഗ് ദാറ്റ് ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ടു ഫോം ദ എൻസൈം ആൻഡ് പ്രൊഡക്റ്റ്. ഇതിന് നമ്മൾ പിന്നെ ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, പിന്നെ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സപ്പോസ് ദിസ് ഈസ് ദ എൻസൈം, ഓക്കെ, ദിസ് ഈസ് ദ സബ്സ്ട്രേറ്റ്. രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സബ്സ്ട്രേറ്റ് ആണ് മാറേണ്ട ആള്, എൻസൈം അവിടെ ഉണ്ട്. ലോക്ക് ആൻഡ് കീ മെക്കാനിസം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. രണ്ടുപേരും കൂടി എന്ത് ചെയ്യും, ഒരു ഇൻ്റർമീഡിയറ്റ് ബോണ്ട് ഉണ്ടാക്കുക. ഇൻ്റർമീഡിയറ്റ് ബോണ്ട് എന്ന് വെച്ചാൽ ഇവിടേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആള് അങ്ങോട്ടേക്ക് ഇറങ്ങി നിന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഇതെന്താണ്, എൻസൈമാണ്, ഇത് സബ്സ്ട്രേറ്റ് ആണ്. ലോക്കും കീയും എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തു. ഓക്കെ, ദിസ് ഈസ് എ മെയിൽ പാർട്ട് ആൻഡ് ദിസ് ഈസ് എ ഫീമെയിൽ പാർട്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ടായി, ഇതുണ്ടായി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് ഡിക്കമ്പോസ് ചെയ്തിട്ട് എൻസൈം അതേപോലെ തന്നെ, ഞാൻ വരക്കുന്നതിലുള്ള ചെറിയ ഡിഫറൻസ് നിങ്ങൾ നോക്കണ്ട. എൻസൈം അതേപോലെ തന്നെ, എൻസൈം അവിടെ ഉണ്ട്. ബട്ട് മറ്റേ ആൾ എന്തായി, സബ്സ്ട്രേറ്റ് എന്തായി, ദാറ്റ് മേ ബി വേറെ ഷേപ്പ് വരക്കാനുള്ള കാരണം ദാറ്റ് ഈസ് പ്രൊഡക്ട്സ്. ചിലപ്പോൾ 1-2 പ്രൊഡക്റ്റുകളായിട്ട് ഉണ്ടാവും. ഇതാണ് ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ എങ്ങനെ, എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ എന്നേ നിങ്ങളുടെ NCERT-യിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ റേറ്റ് നിങ്ങൾ നോക്കും. ഇവിടെ ഈ എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് അല്ലേ, ഒരു ഇൻ്റർമീഡിയറ്റിലൂടെ അതെന്തായിട്ട് മാറുന്നു, പ്രൊഡക്റ്റായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഓർഡർ ചെയ്താണെങ്കിൽ order is equal to K into enzyme into എന്താ റിയാക്റ്റൻറ്റ് കോൺസെൻട്രേഷൻ അല്ലേ, അവിടെ ഏതാ സബ്സ്ട്രേറ്റ് ആണ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ
എൻസൈം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താ, എൻസൈം എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ്, ദാറ്റ് ഷുഡ് നോട്ട് ബി ദർ. നമ്മളിവിടെ എന്താണ് സബ്സ്ട്രേറ്റിനെ മാത്രം എഴുതിയാൽ മതി. സോറി, ദിസ് ഇസ് നോട്ട് ഓർഡർ, ദിസ് ഇസ് റേറ്റ്. സോറി, റേറ്റ് ആണിത്. റേറ്റ് ഇസ് ഈക്വൽ ടു എൻസൈമോടെ എഴുതണ്ടില്ല, എൻസൈമോടെ റിയാക്ട് ചെയ്തെന്ന് വിചാരിച്ച് എഴുതണ്ടില്ല. കാരണം എന്താ, അത് ഓൺലി ഇന്റർമീഡിയറ്റ് ബോണ്ടേ ഉണ്ടാക്കുന്നുള്ളൂ, ദാറ്റ് ഈസ് കാറ്റലിസ്റ്റ്. ഓക്കെ, റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു സബ്സ്ട്രേറ്റ് റേസ് ടു 0. ഓക്കെ, ദാറ്റ് ഈസ് റേറ്റ് ഇസ് ഈക്വൽ ടു കെ. എൻസൈമിന് എത്ര കോൺസെൻട്രേഷൻ എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. ഏത് കോൺസെൻട്രേഷൻ ആണെങ്കിലും ഒരേ സ്പീഡിലാണ് എൻസൈം കാറ്റലൈസ് റിയാക്ഷൻ നടക്കുക. എത്ര റിയാക്ടൻ്റ് ഉണ്ടെങ്കിലും ഒരേ സ്പീഡിലാണ് എൻസൈം കാറ്റലൈസ് റിയാക്ഷൻസ് നടക്കുക. സോ എൻസൈം കാറ്റലൈസ് റിയാക്ഷൻസ് ആർ സീറോ ഓർഡർ. എൻസൈം കാറ്റലൈസ് റിയാക്ഷൻസ് ആർ സീറോ ഓർഡർ, നോ ഡൗട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സീറോ ഓർഡർ റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ, എൻസൈം കാറ്റലൈസ് റിയാക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് ഒക്യൂർ ഓൺ ദ മെറ്റൽ സർഫസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സീറോ ഓർഡറിൻ്റെ എന്ത് പറഞ്ഞു, എക്സാമ്പിൾസ് പറഞ്ഞു. ഇനി നമുക്കവിടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്, അതിനുശേഷം അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ഒക്കെ നോക്കാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്, സീറോ ഓർഡർ അവിടെ കഴിഞ്ഞു. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് എന്ന് വെച്ചാൽ ഫോർ എ റിയാക്ഷൻ R gives P, for a reaction R gives P or A plus B gives product. Okay, rate is equal to K into R raised to 1. That is equal to K into R. That is, rate is directly proportional to concentration of the reactant. Okay, that is first order reaction. The reaction in which its rate is directly proportional to the concentration of the reactants are called first order reactions. Okay, അതിൻ്റെ ഓർഡറിന് എന്താണ്, സോറി, റേറ്റിന് അതിൻ്റെ എന്ത് പ്രപ്പോർഷണൽ ആണ്, കോൺസെൻട്രേഷൻ പ്രപ്പോർഷണൽ ആണ്. ഡയറക്ട്ലി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പിന്നെ റിയാക്ഷൻ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ ഹൗ വിൽ ഗെറ്റ് ദ ഗ്രാഫ്? ഇവിടെ റേറ്റ് പ്ലോട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് പ്ലോട്ട് ചെയ്തു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് 0 ആകുമ്പോൾ ഇതും 0 ആവും. അപ്പോൾ എങ്ങനെ വരും? ഇതിങ്ങനെ പോകും. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് റേറ്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിട്ട് പോകും. ഓക്കെ, ദിസ് ഈസ് ദ ഗ്രാഫ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. This is a first order reaction. Okay, and the next one is what are the examples of first order? Examples of first order എന്ന് വെച്ചാൽ നമ്മൾ കോമൺ ആയിട്ട് ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. ഓക്കെ, സീറോ ഓർഡർ പോലെയല്ല. സീറോ ഓർഡർ റിയാക്ഷൻസ് ആർ റെയർ. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് വൺ, hydrogenation of ethene. Hydrogenation of ethene is first order. അത് hydrogenation of ethene എന്ന് വെച്ചാൽ എന്താ? ethene CH2 double bond CH2 plus H2 gives C2H6. ഇവിടെ rate is equal to എന്താ? K into C2H4 അല്ലേ? C2H4 ആണ്. That is independent of the concentration of hydrogen gas. So this is order is 1. Okay, അപ്പോൾ എക്സാമ്പിൾസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തത് ഡികമ്പോസിഷൻ ഓഫ് N2O5. N2O5 ഡികമ്പോസ് ചെയ്യുക. എങ്ങനെയാ? N2O5 gives 2NO2 plus R42. 2NO2 plus R42. Okay, അപ്പോൾ ഇവിടെ റേറ്റ് is equal to K into N2O5. ഇത് ഫസ്റ്റ് ഓർഡർ ആണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോജനേഷൻ ഓഫ് ഇഥീൻ നമുക്ക് NCERT തന്നിരിക്കുന്നത് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ പഠിച്ചിരിക്കണം എക്സാമ്പിൾസ്. ഓക്കെ, സോ hydrogenation of ethene and also decomposition of N2O5. And the third one is decomposition of ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. decomposition of H2O2 catalyzed by വെറും H2O2 decomposition അല്ല, ion in alkaline medium.
ഓക്കെ, അയോഡൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അയോഡൈഡ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സോഡിയം അയോഡൈഡ് ആവാം, അതല്ലെങ്കിൽ പൊട്ടാഷ്യം അയോഡൈഡ് ആവാം. രണ്ടും I മൈനസിനെ കൊടുക്കും. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2H2O2 in the presence of I minus is 2H2O plus O2 ആണ്. അപ്പോൾ ഇവിടെ രണ്ടൊക്കെയാണുള്ളത്. പക്ഷെ നമുക്ക് ഒരിക്കലും റേറ്റ് ഇക്വേഷൻ എഴുതാൻ എന്ത് പറ്റില്ല, നമുക്ക് പിന്നെ നേരെ റിയാക്ഷൻ എടുത്തുകൊണ്ട് പറ്റില്ല. ഇവിടെ നമ്മൾ ഇതിനെ മാത്രം എടുത്തു, ഇതിനെടുത്തില്ല എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ഫ്രം ദ എക്സ്പെരിമെന്റൽ ഡാറ്റ. ഓക്കെ, അതവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളൂ. ഇവിടെ ഇതിന്റെ എക്സ്പെരിമെന്റൽ ഡാറ്റ എടുത്താൽ മാത്രമേ, കാരണം ദ റേറ്റ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഇസ് ഈക്വൽ ടു K into A raised to X ആണ്. X and Y may or may not be equal to the stoichiometric coefficient. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. എലിമെന്ററി റിയാക്ഷൻ അത് ഈക്വൽ ആണ്, അതല്ലാത്ത കോംപ്ലക്സ് റിയാക്ഷനിൽ വി ഷുഡ് ടേക്ക് ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിളാണ്. സ്റ്റെപ്പ് 1 എന്തായിരുന്നു? സ്റ്റെപ്പ് 1 2 H2O2 ഒരു H2O2 അയോഡൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത്, അയോഡൈഡ് ഈസ് എ കാറ്റലിസ്റ്റ്. ഓക്കെ, കമ്പൈൻ ചെയ്തിട്ട് H2O plus IO minus. This reaction occurs very slowly. And step 2 അവിടെ രണ്ടാമതൊരു H2O2 ഉണ്ട്. That H2O2 combines with IO minus in a fast manner. Very reactive. This is very reactive. Unstable intermediate ആണ്. Unstable intermediate. Okay. To form H2O plus എന്താ പറയുക, H2O plus O2 plus I minus. കാറ്റലിസ്റ്റ് അവിടെ റീജനറേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ഫാസ്റ്റ് ആണ്. അപ്പോൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഇൻ എ കോംപ്ലക്സ് റിയാക്ഷൻ ദ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് RDS, റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്, ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. എന്താ പറഞ്ഞത്? സ്ലോവസ്റ്റ് സ്റ്റെപ്പ്, സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റേറ്റ് ഇസ് ഈക്വൽ ടു K into ഏതായിരുന്നു സ്ലോവസ്റ്റ് സ്റ്റെപ്പ്? ഇതായിരുന്നു സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. K into H2O2. Okay, therefore order is equal to 1. Okay, but decomposition of hydrogen peroxide is also an example. Also an example. That is the third example. Okay, fourth example, that is very very important. Fourth example, radioactive reactions. Radioactive or nuclear reactions. നമുക്ക് ഒട്ടും പഠിക്കാനില്ലാത്തൊരു ഏരിയയാണ്. പണ്ടൊക്കെ കെമിസ്ട്രിയിൽ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ ഇതില്ല, കെമിസ്ട്രിയിലില്ല, ഫിസിക്സിലുണ്ട്. റേഡിയോ ആക്റ്റീവ് ഡീകെ ഓർ ന്യൂക്ലിയർ റിയാക്ഷൻസ്. ഏതെങ്കിലും ഒരു റേഡിയോ ആക്റ്റീവ് ഡീക്കെനെ പറ്റി പറയുകയാണെങ്കിൽ, ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ, obviously you can confirm it is first order. Okay, any radioactive reactions, okay, or nuclear reactions എന്ന് പറയുകയാണെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ ആണ്. ഓക്കെ, ഓപ്ഷൻസിൽ അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഞാൻ റേഡിയോ ആക്റ്റീവ് ഡീക്കെൻ്റെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിന് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്? പിന്നെ റേഡിയോ ആക്റ്റീവ് ഡീക്കേസ് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസിൻ്റെ റേറ്റ് ലോ, ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. ഡിഫറൻഷ്യൽ, നമ്മൾ റേറ്റ് ഇക്വേഷൻ എഴുതി, ഇനി ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. ഓക്കെ, ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ തന്നെ ഫോർ സീറോ ഓർഡർ. സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും നമ്മൾ ലാസ്റ്റിലൊന്നും എന്ത് ചെയ്യും, പരിചയപ്പെടും, അത്രേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് മാത്രം മതി. സീറോ ഓർഡറിൻ്റെ റേറ്റ് ഇക്വേഷൻ എന്താ? റേറ്റ് ഈസ് ഈക്വൽ ടു K into R raised to 0 ആണ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു റേറ്റ് ഈസ് ഈക്വൽ ടു K. ഇത്രേ ഉള്ളൂ. നമ്മൾ മുമ്പ് റേറ്റ് എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു? റേറ്റ് ഈസ് ഈക്വൽ ടു എന്താ? റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് ഏത് റേറ്റ് ഇക്വേഷനും നമ്മൾ പിന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ. ഇനി അത് ഇൻസ്റ്റന്റേനിയസ്, ഇത് ആവറേജ് റേറ്റ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണെങ്കിലോ ഡിഫറൻഷ്യൽ മൈനസ് dr/dt. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം, അല്ലെങ്കിൽ ഇത് എടുക്കാം. അപ്പോൾ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ എടുത്താലും അത് മൈനസ് dr/dt ആണ്. സോ യു ക്യാൻ റൈറ്റ് മൈനസ് dr/dt, കാരണം എന്താ? റേറ്റ് ഇതിനും ഈക്വൽ ആണ്, റേറ്റ് ഇതിനും ഈക്വൽ. മൈനസ് dr/dt is equal to K into R raised to 0. That is minus dr/dt is equal to K. Clear?
minus dr by dt is equal to k. ഇതാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ആണത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഉണ്ടതോ നമ്മൾ ഇത് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? വിൽ ഡിസ്കസ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ പറയുന്നത്. സോ ദിസ് ഇസ് ഫോർ സീറോ ഓർഡർ. ആൻഡ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഇസ് ഈക്വൽ ടു k into r raised to 1. Also, according to the definition, rate is equal to decrease in concentration of the reactant by time taken minus dr by dt. നമ്മളിവിടെ ഇൻസ്റ്റന്റേനിയസ് ആണ് എടുത്തത്. ഓക്കെ, therefore minus dr by dt is equal to minus dr by dt is equal to k into r. This is the differential rate equation. This is the differential rate equation for first order reaction. അതോടുകൂടി ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻസ് കഴിഞ്ഞു. ഇനി എന്താ? വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഒരുപാട് വരുന്ന ഏരിയ ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അപ്പോൾ എന്തൊക്കെയായി? ഇപ്പോൾ റേറ്റ് ഇക്വേഷനായി, ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനായി, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനാണ് ഇനി അടുത്തത്. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ എന്താ? ആർ ഗീവ്സ് പി. റേറ്റ് ഇസ് ഈക്വൽ ടു minus dr by dt, the differential rate equation, is equal to k into r raised to 0. Rate is equal to k into r raised to 0. ശരിയല്ലേ? That is minus dr by dt is equal to k. Okay, that is minus dr is equal to k dt. k dt minus dr by dt is equal to k dt അല്ലേ? ഞാൻ dt നെ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് ചെയ്തു? നെക്സ്റ്റ് dr is equal to മൈനസിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. dr അല്ലെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് കെ ഡി ടി. dr is equal to മൈനസ് കെ ഡി ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെറിയ രണ്ട് കാര്യങ്ങൾ ഇവിടെ വേണം. ഒന്ന്, ഇൻ്റഗ്രൽ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ഡിഫറൻഷ്യൽ ഓപ്പോസിറ്റ് ആണ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. Integral dx by x is equal to ln x. Integral dx by x is equal to ln x. Natural logarithm of x. നിങ്ങൾ പഠിച്ചതാണ് ln x അല്ലേ? ലോഗരിതം ഒക്കെ അറിയില്ലേ? പിന്നെന്താ? ln x is equal to 2.303 log x. അറിയില്ലേ? ln x is equal to 2.303 log x ആണ്. log x. പിന്നെ അവിടെ ആവശ്യമുള്ളത് എന്താ? എൽ എൻ അല്ലെങ്കിൽ ലോഗ്. നമുക്ക് ലോഗാണ് എളുപ്പം. നിങ്ങൾക്ക് ലോഗ് എടുക്കാൻ അറിയുമായിരിക്കും. ഇല്ലെങ്കിൽ ലോഗ് എടുക്കുന്ന ഒരു മെത്തേഡ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ദാറ്റ് വിൽ അപ്ലോഡ് അലോങ് വിത്ത് ദിസ് ചാപ്റ്റർ. ഓക്കെ, ചാപ്റ്ററിൻ്റെ എൻഡ് നിങ്ങൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വിത്തൗട്ട് കാൽക്കുലേറ്റർ ആൻഡ് ലോഗരിതമിക് ടേബിൾ പിന്നെ ലോഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ ആവശ്യമുള്ളതാണ്. പിന്നെ അതേപോലെ കൈനറ്റിക്സിൽ ആവശ്യമുള്ളതാണ്. ഇലക്ട്രോ കെമിസ്ട്രിക്ക് കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ കൂടെയും അപ്ലോഡ് ചെയ്യും പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതായത് അതേ വീഡിയോ നിങ്ങൾക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ വാച്ച് ചെയ്യാം. ഇലക്ട്രോ കെമിസ്ട്രിയിലെ ലോഗരിതം ആൻഡ് ആൻറ്റി ലോഗരിതം കാൽക്കുലേഷൻ വിത്തൗട്ട് ദ ടേബിൾ ആൻഡ് കാൽക്കുലേറ്റർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിലും ചാപ്റ്ററിൻ്റെ എൻഡിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, സോ log x is equal log ab is equal to the log a plus log b. log a plus log b. log a by b is equal to log a minus log b. minus log a by b is equal to minus of log a minus log b. That's equal to log b minus log a.
log b minus log a. അപ്പോൾ അതെന്ത് വരും? That will be is equal to log b by a. അപ്പോൾ integral dx x is equal to x, integral dx by x is equal to ln x is equal to 2.303 log x, and log a b is equal to log a plus log b, log a by b is equal to log a minus log b, and log a minus log a by b is equal to log b minus log a. ഇത്രയും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യമുള്ള കാൽക്കുലേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഓർക്കുക. ഇവിടെ എന്താണ്, പിന്നെ നമുക്ക് എവിടെ കിട്ടിയിരിക്കുന്നുണ്ട്, ഡി ആർ ഇസ് ഇക്വൽ ടു മൈനസ് കെ ഡി ടി വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് വാച്ച്. ഞാൻ അവിടേക്ക് പിന്നെ സൂം ഔട്ട് ചെയ്ത് വെക്കാൻ പോവാണ്. ഡി ആർ ഇസ് ഇക്വൽ ടു മൈനസ് കെ ഡി ടി അല്ലേ, ഡി ആർ ഇസ് ഇക്വൽ ടു മൈനസ് കെ ഡി ടി വരെ നമുക്ക് കിട്ടി. ഓക്കെ, ജസ്റ്റ് ലെറ്റ്സ് പ്ലേസ് ഹിയർ. ഓക്കെ, ആൻഡ് നമുക്ക് ഇപ്പം എന്താ കിട്ടിയത്, ഡി ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഡി ടി ഇൻ്റഗ്രൽ ഡി ആർ, ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ഇൻ്റഗ്രേഷൻ, മൈനസ് കെ ഡി ടി. ഇൻ്റഗ്രൽ ഡി എക്സ് ഈസ് എക്സ്, ഇൻ്റഗ്രൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്, ഇൻ്റഗ്രൽ ഡി ആർ ഇസ് ഈക്വൽ ടു ആർ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി ഈസ് ടി പ്ലസ് സി ഓർ ഐ, where I is constant of integration, or C എന്ന് കൊടുത്താൽ മതി, constant of integration. R is equal to minus kt plus I, R is equal to minus kt plus I. When t is equal to 0, this is equation number 1. When t is equal to 0, R is equal to R0. എന്താ ഇതിൻ്റെ അർത്ഥം? When t is equal to 0, R is equal to R0. എന്ന് വെച്ചാൽ റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ, അതാണല്ലോ ടി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. അതിനെന്താ വിളിക്കുക, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അതാണ് R0. ഓക്കെ, അതായത് ടൈം ടി 0 ആകുമ്പോൾ R0 ആണ്, എന്ന് വെച്ചാൽ അത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ടൈം ടി 10 സെക്കൻഡ് ആകുമ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ടുണ്ടാവും. ഓൾറെഡി എത്ര ഉണ്ടോ, എത്ര എടുത്തിട്ടുണ്ടോ, അതാണ് R0. വെൻ ടി ഇസ് ഈക്വൽ ടു 0, R is equal to R0. Therefore, equation number 1 gives എന്താ വരിക, നിങ്ങൾക്ക് ജസ്റ്റ് മിനിറ്റ്. അപ്പോൾ നമ്മൾ എന്താ കിട്ടിയത്, വെൻ ടി ഇസ് ഈക്വൽ ടു 0, R is equal to R0. Then equation number 1 gives എന്താ വരിക, R is equal to മൈനസ് കെ, ആർ എന്തായി, R is equal to, നമുക്കിവിടെ എങ്ങനെ കിട്ടിയത് കേട്ടോ, R is equal to, ഞാൻ ഇവിടെ എടുത്ത് ചെയ്താൽ മൈനസ് കെ ടി പ്ലസ് ഐ ആണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, വെൻ t is equal to 0, R is equal to R0. അപ്പോൾ when t is equal to 0, R0, t0 ആകുമ്പോൾ 0 plus I, k into 0 plus I. Okay, that is R0 is equal to minus k into 0, 0 plus I is equal to R0. Substitute in equation number 1 gives R is equal to minus kt plus I in the value കിട്ടി R0. Okay, this is the integrated equation for first order reaction. എന്താ എഴുതിയത്, R is equal to minus kt plus R0. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ലെറ്റ് മീ റിവൈസ്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എന്താണ്, ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ R gives P, എന്താ ഇൻ്റഗ്രൽ, എന്താ നമ്മൾ ആദ്യം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണ്ട, എന്താണ് മൈനസ് ഡി ആർ by dt is equal to k into r raised to 0, that is equal to k. dr is equal to minus dt അങ്ങോട്ട് കൊണ്ടുപോയാൽ മൈനസ് കെ ഡി ടി. അങ്ങനെ സ്റ്റെപ്പുകളായിട്ട് എഴുതിയിട്ടുണ്ട്. ഇൻ്റഗ്രൽ ഡി ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി. ഇൻ്റഗ്രൽ ഡി ആർ ഇസ് ആർ, ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി, ഇൻ്റഗ്രൽ ഡി ടി ഇസ് ടി പ്ലസ് ഐ, ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. വെൻ ടി ഇസ് ഈക്വൽ ടു 0, ടൈം 0 ആണെങ്കിൽ അപ്പോൾ റിയാക്ടിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1 ഗീവ്സ്, അപ്പോൾ ആർ എന്തായി, R0 ആയി, കെ മൈനസ് കെ ഇൻറ്റു 0 പ്ലസ് ഐ, ദെർഫോർ ഐ ഈസ് ഈക്വൽ ടു R0 ആണ്. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1 ഗീവ്സ്, എന്താ വരിക, ഇൻ 1 ഗീവ്സ് R ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി, ഐക്ക് പകരം R0. ഐ കണ്ടുപിടിക്കാൻ നമ്മളെപ്പോഴും എന്ത് ചെയ്യും, ഐ കണ്ടുപിടിക്കാൻ നമ്മളെപ്പോഴും കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും.
ആ കണ്ടീഷനാണ് ഈ കേസിൽ when t is equal to 0, r is equal to r0. Okay, this is the integrated rate equation. Integrated rate equation for zero order reaction, that is integrated rate equation zero order reaction, that is r is equal to minus by heart പറഞ്ഞിരിക്കണം minus kt plus r0, where r is the concentration of the reactant at time t, k is raise constant, t is time in second, r0 is the initial concentration, that is at a time t is equal to 0. Okay, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കിട്ടി. അടുത്തത് ഇക്വേഷൻ അതിൽ നിന്ന് തന്നെ കേട്ടോ, അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഇക്വേഷൻ ഫോർ റേറ്റ് കോൺസ്റ്റൻറ്റ്, ഇക്വേഷൻ ഫോർ റേറ്റ് കോൺസ്റ്റൻറ്റ്. കേക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. കേക്ക് എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കും? മൈനസ് കെ ടി ഇസ് ഈക്വൽ ടു ആർ മൈനസ് r0. അതിനങ്ങോട്ട് കൊണ്ടുപോയി കെ ടി ഇസ് ഈക്വൽ ടു എന്താ വരിക? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ദാറ്റ് ഈസ് r0 മൈനസ് r. ശരിയല്ലേ? ഇത് മൈനസ് ആയി, ഇത് പ്ലസ് ആയി. Therefore, rate constant k is equal to r0 minus r divided by t. This is the equation for rate constant. Okay. And next is the integrated rate equation for first order reaction. First order reaction the integrated rate equation. Okay. First order. Integrated rate equation for first order reaction. Adil, for a first order reaction, R gives P. Rate is equal to K into R raised to 1. That is rate and differential rate equation on the minus dr by dt is equal to K into R raised to 1. Minus dr by r അങ്ങോട്ട് കൊണ്ടുപോകും is equal to k dt. അപ്പോൾ dr by r എന്താ? മൈനസ് dr by r k dt ആണെങ്കിൽ dr by r എന്താ? മൈനസ് k dt. ഓക്കെ, ഇൻ്റഗ്രേറ്റിംഗ് gives integral dr by r is equal to minus k into integral dt. Okay, അപ്പോൾ integral dx by x എന്താ? That's equal to ln x. Integral dx by x is equal to ln x. So dr by r is equal to natural logarithm ln r minus k into integral dt, that is kt, plus constant of integration I, that is equation number 1. അപ്പോൾ ln r ഇനി നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കണം. എന്താ കിട്ടിയത് ഇക്വേഷൻ? ln r is equal to minus kt plus I. ഇനി I കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യാം when t is equal to 0, r is equal to r0. When t is equal to 0, r is equal to r0. Okay, അപ്പോൾ എന്താ വരിക? Substitute in equation number 1 gives t0 ആയാൽ r0 ആവും. അപ്പോൾ ln r0 is equal to minus k into 0 plus I. Therefore, I is equal to ln r0. Substitute in equation number 1 gives ln r is equal to minus kt plus ln r0. ln r is equal to minus kt plus ln r0. That is the integrated rate equation for first order reaction. First order reaction the integrated rate equation ആണ്. ln r is equal to minus kt plus ln r0. Okay, ഇതിപ്പോൾ നാച്ചുറൽ ലോഗരിതം ഫോമിലാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ലോഗരിതം ബേസ്ഡ് ഓൺ 10 ലോഗിലേക്ക് മാറ്റാം. 2.303 ലോഗ് എന്ന് പറഞ്ഞിട്ട് മാറ്റാം. ഈ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ നമുക്ക് ഡിഫറെൻറ്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. എന്താ നമുക്ക് കിട്ടിയത്? നേരത്തെ സീറോ ഓർഡറിൻ്റെ r is equal to minus kt plus r0 ആണ്. ഇവിടെ ഫസ്റ്റ് ഓർഡറിൻ്റെത് ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ln r is equal to minus kt plus ln r0. ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഇവിടെ നാച്ചുറൽ ലോഗരിതമിക് ടേം വന്നു എന്നേ ഉള്ളൂ. ഒരേ ഫോർമാറ്റാണ്
equation വന്നിട്ടുള്ളത്. Okay, let's find the equation for k, rate constant. Equation for k, rate constant equation എന്ന് പറയുന്നത്, that is minus kt is equal to ln r minus ln r0, that is ln r by r0. ln a minus ln b is ln a by b. kt is equal to ln r0 minus ln r. Okay, that's equal to ln a by b, ln r0 divided by r. kt is equal to ln r0 divided by r. Therefore, rate constant k is equal to 1 by t ln r0 divided by r. 1 by t ln r0 divided by r. This is an equation. Okay. Now, let's go back to that after this one. That is, we graph zero order graph. Okay. Rate integrated rate equation. Okay, no problem. We will discuss that. Okay. Now k is equal to 1 by t ln r0 by r. And you can write k is equal to 1 by t ln 2.303 log ആണ്. ln x is equal to 2.303 log x. That is 2.303 by t. 2.303 multiply ചെയ്താൽ അത് log ആയി. നമുക്ക് log ആക്കുകയാണ് നല്ലത്. കാരണം നമ്മളുടെ എല്ലാ കാൽക്കുലേഷനും നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാണ്ട് ചെയ്യണമെങ്കിൽ, കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഏതായാലും കുഴപ്പമില്ല, കാൽക്കുലേറ്റർ ഇല്ലാണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് log വേണം. That is k is equal to 2.303 by t log r0 by r. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. k is equal to 1 by t ln r0 divided by r. ഇപ്പോൾ നമുക്ക് കേക്ക് ഒരു ഇക്വേഷൻ ആയി. കേക്ക് ലോഗിൻ്റെ ടേംസിൽ ഇക്വേഷൻ ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ? ln r, നന്നായി ശ്രദ്ധിക്കാം, ln r is equal to minus kt plus ln r0. Okay, this equation is of the form y is equal to mx plus c. ഈ ഇക്വേഷൻ്റെ ഗ്രാഫാണ് നമ്മൾ സീറോ ഓർഡറിൽ വരച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. നോ പ്രോബ്ലം, ദ നേച്ചർ ഓഫ് ദ ഗ്രാഫ് ഈസ് വെരി സിമിലർ. വേണമെങ്കിൽ നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ വൈ ആക്സിസ് എന്താ? ദിസ് ഈസ് വൈ ആക്സിസ്. വിച്ച് ഈസ് എക്സ് ആക്സിസ്? എക്സ് ആക്സിസ് ഇസ് ടി. സ്ലോപ്പ് എം ഇസ് മൈനസ് കെ ആൻഡ് സി ഇസ് ln r0. വട്ട് ഈസ് സി? വൈ ഇൻ്റർസെപ്റ്റ്. വൈയിൽ എവിടെയാണോ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്. സോ വെൻ യു ടേക്ക് ദ ഗ്രാഫ്, ദിസ് ഈസ് ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. വൈ ആക്സിസ് എന്താ? ln r. ഏതാ എക്സ് ആക്സിസ്? എക്സ് ആക്സിസ് ഇസ് ടി. അപ്പോൾ സ്ലോപ്പ് എന്താ? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു മൈനസ് കെ ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ദിസ് ഇസ് ഇക്വേഷൻ ഫോർ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് കിട്ടുക മൈനസ് സ്ലോപ്പാണ്. ഇങ്ങനെ കിട്ടുക ഡിക്രീസിങ് ആണ്, മൈനസ് സ്ലോപ്പ്. അപ്പോൾ ഡിക്രീസിങ് അതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് സി, വൈ ഇൻ്റർസെപ്റ്റ്. അതെന്താ? ദാറ്റ് ഈസ് ln r0. ഏത്? ഈ പോയിന്റ്. കാരണം ടൈം t is equal to 0, when t is equal to 0 ln r is equal to ln r0. ടൈം t 0 ആയപ്പോൾ ln r is equal to ln r0. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ട്? യു ഹാവ് എ സ്ലോപ്പ്. എന്താ? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് കെ. ദിസ് ഇസ് ദ ഗ്രാഫ്. നേരത്തെ ഗ്രാഫ് അതുകൂടി ഞാൻ ഇവിടെ ഒന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, നമ്മളവിടെ വിട്ടുപോയതല്ലേ. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? r is equal to മൈനസ് കെ ടി പ്ലസ് r0 ആയിരുന്നു. മൈനസ് കെ ടി പ്ലസ് r0. ഓക്കെ, കമ്പയർ ചെയ്യണം നല്ലതും. y is equal to mx plus c form, equation of a straight line. When you draw the graph for this, okay, just a minute. Graph വരക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇവിടെ എന്താ? y axis is r, x axis is t, c is r0. That is t along x axis, y axis concentration of the reactant. ഇവിടെ ln r ന് വരെ ഇവിടെ r. So you will get a graph like this. ഇതുപോലത്തെ തന്നെ ഗ്രാഫ്. Okay, if you extrapolate this, you will get r0 there. When t is equal to 0, r is equal to r0. When t is equal to 0, r is equal to ln r is equal to r0. Okay, and here is a slope. A slope and the slope same on minus k. This is zero order. This is first order. മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും
ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും സീറോ ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും കൂടെ എഴുതി അതിൻ്റെ ഗ്രാഫ് വരച്ചു. ക്ലിയർ ആണല്ലോ? ആൻഡ് ദിസ് ഈസ് ദ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. പിന്നെ അവിടെ നമുക്ക് കിട്ടിയ നമ്മൾ ലെറ്റ്സ് ഗോ ബാക്ക് ടു സീറോ ഓർഡറിനെ ഞാൻ അവിടെ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുത്താണ്. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ഫസ്റ്റ് ഓർഡർ. അവിടെ കെ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? 1/t ln r0 divided by r. 1/t ln r0 divided by r. Okay, ln r0 by r എടുക്കാന്ന് വിചാരിച്ചു. That's equal to എന്താ വരിക? ln r0 divided by r. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക KT ആണ്. KT. Okay, ln r0 divided by r is KT. അങ്ങനെയാണെങ്കിൽ ln r divided by r0 എന്തായിരിക്കും? r divided by r0 എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. മൈനസ് KT അല്ല, ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് തിരിയൂലേ? കാരണം എന്താ? മൈനസ് ln a by b is equal to ln b by a. അപ്പോൾ അവിടെ മൈനസ് KT. ഓക്കെ, ഇനി നിങ്ങൾ ലോഗിൻ്റെ ഒരു ആൻറ്റി ലോഗ് ഉണ്ടാവും. ലോഗിനൊരു ആൻറ്റി ലോഗ് ഉണ്ട്, നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ അത് 10⁻x ആണ് ലോഗ് എന്ന് വെച്ചാൽ ലോഗ് ഓഫ്, നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തൊന്ന് അടിച്ചു നോക്കുക. ലോഗ് ഓഫ് 10⁻x is equal to x. നിങ്ങൾ ലോഗ് ഓഫ് 10⁻2 എടുത്താൽ മതി, അത് 2 കിട്ടും. ഓക്കെ, ബിക്കോസ് ദിസ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ 10നെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ln എന്ന് പറയുന്നത് ഇനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഇ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2.71 ആണ്. ഓക്കെ, അപ്പോൾ ln e⁻x is equal to x ആണ്. 10⁻x പകരം എക്സ്പോണൻഷ്യൽ ആണ്. ln e⁻x is x എന്ന് വെച്ചാൽ നാച്ചുറൽ നാച്ചുറൽ ലോഗരിതത്തിന്റെ ആന്റി ലോഗരിതമാണ് e⁻x. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ln ഒഴിവാക്കണമെങ്കിൽ ഇതിന്റെ ആന്റി ലോഗരിതം എടുക്കണം. അപ്പോൾ ln ഓഫ് e⁻, അല്ലെങ്കിൽ e⁻ln ഒരു റൂട്ട് എടുത്ത് സ്ക്വയർ എടുത്താൽ അത് ഒഴിവാകും. പക്ഷെ ഇവിടെ നിങ്ങൾ e⁻ എടുക്കുമ്പോൾ ഇവിടെ e⁻ എടുക്കണം. പക്ഷെ ഇവിടെ e⁻ എടുക്കുമ്പോൾ ഈ ln അങ്ങ് പോവുക ചെയ്യുക. കാരണം എന്താ? ഒരാളുടെ സ്ക്വയർ ചെയ്തിട്ട് ഒരാളുടെ റൂട്ട് എടുത്തിട്ട് അതിനെ സ്ക്വയർ ചെയ്താൽ അത് പോവും. ഒരാളുടെ ln എടുത്തിട്ട് lന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് e⁻x എന്ന് പറയുന്നത്. ലോഗിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് 10⁻x എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ e⁻x എടുക്കുകയാണ്, ഇവിടുത്തെ എല്ലാം ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് e⁻ കിട്ടും. ദാറ്റ് ഈസ് r by r0. ഇവിടെ r by r0 is equal to e⁻KT. ഓക്കെ, ഇവിടെ എക്സ്പോണൻഷ്യൽ എടുത്തു, അവിടെ എക്സ്പോണൻഷ്യൽ എടുത്തു. രണ്ടും എക്സ്പോണൻഷ്യൽ എടുത്തപ്പോൾ ഒരു ഭാഗത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള ln ഒരാളെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കുമോ അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഓക്കെ, ln എന്ത് ചെയ്തായിട്ടുണ്ട്? അവിടെ ക്യാൻസൽ ചെയ്ത് മറ്റൊരു therefore r is equal to r0 into e⁻KT. ഓക്കെ, നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നു? ln r is equal to -KT plus ln r0. ഇതൊരു ലോഗരിതമിക് ഇക്വേഷൻ ആണ്. whether it is natural logarithm or logarithm based on 10, രണ്ടാണെങ്കിലും ലോഗരിതമാണ്. ലോഗരിതമിക് ഇക്വേഷൻ ആണ്. ബട്ട് ഇവിടെ നമ്മൾ എഴുതിയത് ലോഗരിതമിക് ഇക്വേഷൻ അല്ല. ദിസ് ഇസ് എൻ എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ. എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ ആണ്. മറ്റത് ലോഗരിതമിക് ഇക്വേഷൻ, ഇത് എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ. ദിസ് ഈസ് ഓൾസോ ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, അതായത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ ആണ്. ഇത് വൺ ഫോം, ദിസ് ഈസ് അനദർ ഫോം. മനസ്സിലായില്ലേ? ഇത് എക്സ്പോണൻഷ്യൽ ഫോമിലാണ്, മറ്റത് നാച്ചുറൽ ലോഗരിതമിക് ഫോമിലാണ്. അപ്പോൾ രണ്ട് ഫോം. അപ്പോൾ നമുക്കിത് എല്ലാം കൂടി ഫൈനലി എന്ത് ചെയ്യാം? ഒന്ന് സമ്മറൈസ് ചെയ്യാം. നോ ഇഷ്യൂസ്. ഓക്കെ, നോ വറീസ്. പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു വാല്യൂ, ആദ്യം കിട്ടിയ വാല്യൂയിലേക്ക് തന്നെ പോവാണ്. ln r ഓക്കെ ഈസ് ഈക്വൽ ടു -KT പ്ലസ് ln r0 ആണ് അല്ലേ? ln r is equal to -KT plus ln r0. ഓക്കെ, ദാറ്റ് ഈസ് പിന്നെ നമുക്ക് ഇതിന് കേക്ക് ഒരു ഇക്വേഷൻ കിട്ടിയില്ല. k is equal to 1/t ln, അത് മറന്നുപോയതാണ്. 1/t ln എന്താ കിട്ടിയത്? 1/t ln r0 divided by r അല്ലേ?
R0 divided by R. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഓക്കെ നേരത്തെ ചെയ്തതാണ്, അതുകൊണ്ട് നോ വറീസ്. K is equal to, ഞാനത് ഇക്വേഷൻ ബൈ ഹാർട്ട് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. K is equal to 2.303 by T log R0 by R. log R0 by R. log R0 by R. ഇവിടെ R0 എഴുതും. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഡയറക്റ്റ് എഴുതാൻ ഓർമ്മ കിട്ടാത്തതുകൊണ്ടാണ് എല്ലാം ഡിറൈവ് ചെയ്ത് വരികയാണ് ചെയ്യാറുള്ളത്. നിങ്ങളത് ഡയറക്റ്റ് ഓർക്കുകയും വേണം. ഓക്കെ, എനിവേ ഐ ജസ്റ്റ് റീകോൾ ഇറ്റ്. K is equal to 2.303 by T log R0 by R. നേരത്തെ എഴുതി വെച്ചതാണ് റേറ്റ് ഇക്വേഷൻ്റെ നമ്മളിങ്ങനെ ബോക്സ് ഒക്കെ ആക്കി വെച്ച്. ഇതെന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. ഇൻ്റഗ്രേറ്റഡ്, ആ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്നുള്ള റേറ്റ് കോൺസ്റ്റൻ്റ് ആണത്. റേറ്റ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ടായിരുന്നു. വി ഗോട്ട് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്താൻ പോകുന്നു. ലോഗ് R0 by R. നിങ്ങളോട് പറയാണ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ഗ്രാഫ് when log R0 by R is plotted against time. Another question. NCERT graph അത്. What is the nature of the graph of log R0 by R versus time? ഏത് ഗ്രാഫ് ചോദിച്ചാലും എഴുതാൻ പറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യാം log R0 by R നെ y ആക്സിസിലേക്ക് കൊണ്ടുവരണം, t നെ x ആക്സിസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇക്വേഷൻ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ അതിന് log R0 by R is equal to KT divided by 2.303. This equation is of the form y is equal to mx plus c. ഇത് y axis, x axis t ആണ്. Sorry, x axis t ആണ്. Slope is k divided by 2.303. അപ്പോൾ C0 അവിടെ ആരുമില്ല, C0 ആണ്. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ഇഫ് യു ആർ ഡ്രോയിങ് എ ഗ്രാഫ്, ഓക്കെ, ബൈ ടേക്കിംഗ് വൈ ആക്സിൽ എന്താ എടുക്കുക? വൈ ആക്സിൽ ലോഗ് R0 ഡിവൈഡഡ് ബൈ R. ഓക്കെ, ലോഗ് R0 ഡിവൈഡഡ് ബൈ R. എക്സ് ആക്സിലോ T. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷേ y ഇന്റർസെപ്റ്റ് 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടുക. സ്ലോപ്പ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണിത്. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടി ഒഴിച്ചിട്ടുള്ളത് K ഡിവൈഡഡ് ബൈ 2.303. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. പകരം നിങ്ങൾ ഇപ്പോൾ ഇവിടെ ലോഗ് R0 by R ആണ് എടുത്തത്. ഒരു ഗ്രാഫ് അവിടെ കിട്ടി. സ്ലോപ്പ് K ഡിവൈഡ് ബൈ 2.303. ഓക്കെ, ടി അലോങ് എക്സ് ആക്സിസ്. ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അധികം ആലോചിക്കാണ്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റണം. അതായത് ലോഗിന് പകരം ln ആണ് അവിടെ എടുക്കുന്നതെങ്കിൽ, ഇഫ് യു ആർ ടേക്കിംഗ് ln, ഇക്വേഷൻ ഒന്നും ഞാൻ എഴുതുന്നില്ല, ln R0 by R വേഴ്സസ് ടൈം ആണ് എടുക്കുന്നതെങ്കിൽ സെയിം ഗ്രാഫ് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്ലോപ്പും കിട്ടും. പക്ഷെ സ്ലോപ്പിൽ ഇസിക്കൽ ടു K ആയിരിക്കും. കാരണം എന്താ? ബൈ 2.303 ഉണ്ടാകത്തില്ല. ഓക്കെ, അതാണല്ലോ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ഫോർ ദി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ജസ്റ്റ് സമ്മറൈസ് ചെയ്തിട്ട് ലെറ്റ്സ് വൈൻഡ് ഓഫ് ദി സെഷൻ. നമുക്ക് സീറോ ഓർഡർ വൈൻഡ് ഓഫ് ചെയ്യാൻ പോകണം. സീറോ ഓർഡർ എന്താണ്? റേറ്റ് ഇക്വേഷൻ, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ R is equal to minus KT plus R0. Okay, K is equal to R0 minus R divided by T. Okay, and the graph is like, ഇവിടെ എന്താ നിങ്ങൾ എടുത്തത്? R എടുത്തു. ഓക്കെ, ഇവിടെ എന്തെടുത്തു? T എടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഗ്രാഫ് കിട്ടി, ഇങ്ങനെ കിട്ടി. അവിടെ എക്സ്ട്രാപൊളേറ്റ് ചെയ്തു. അപ്പോൾ ഈ പോയിന്റ് എന്തായിരുന്നു? ദാറ്റ് വാസ് R0. ഇവിടെ ഒരു സ്ലോപ്പ് വരച്ചു. സ്ലോപ്പ് ഇസ് ഇക്വൽ ടു മൈനസ് K. ഓക്കെ, ഇനി ഇവിടെ ഫസ്റ്റ് ഓർഡറിൻ്റെ ഇക്വേഷൻസ് എന്താ? ln R is equal to minus KT plus ln R0. ln R is equal to minus KT plus ln R0 എന്നൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, പിന്നെ നിങ്ങൾ ഇതിനെന്ത് ചെയ്തു? റീഅറേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് K is equal to 1 by T into ln R0 divided by R. Okay, R0 divided by R. K is equal to 2.303 by T log R0 by R. ഇവിടെ നിന്ന് നിങ്ങൾ log R0 by R എടുത്തിട്ട് ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങൾക്കൊരു ഇക്വേഷൻ കിട്ടി.
that is r is equal to, this is first integrated rate equation, ഇത് rate constant equation ആണ്, that is derived from that. Okay, രണ്ടാമത്തെ ഒരു ഫോം എന്ന് പറയുന്നത് that is the exponential form, r is equal to r0 into e raised to minus kt, r0 into e raised to minus kt. This much we discussed for first order and this much we discussed for zero order. Okay, അതിൽ ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫ് ഓർമ്മ ഉണ്ടല്ലോ, ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫ് സീറോ ഓർഡർ ഉണ്ടായതിനെ പോലെ തന്നെയാണ്. ഇവിടെ എന്തെടുത്തു, LNR എടുത്തു, ഇവിടെ എന്തെടുത്തു, ടി എടുത്തു, ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. ആൻഡ് വെൻ യു എക്സ്ട്രാപൊളേറ്റ് ദാറ്റ്, വെൻ ടി is equal to 0, LNR is equal to LNR 0 and the slope is equal to minus k. Okay, അതേപോലെ നമ്മൾ വേറൊരു ഗ്രാഫ് വരച്ചു, എന്തായിരുന്നു, log r0 divided by r versus time, log r0 versus time, r0 by r versus time. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഗ്രാഫ് കിട്ടി. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു, k divided by 2.303. ഇവിടെ ലോഗിന് പകരം ln എടുത്താൽ 2.303 അവിടെ ഉണ്ടാവില്ല, സ്ലോപ്പ് k ആയിട്ട് വരും. ഇത് y ഇന്റർസെപ്റ്റ് 0 ആണ്. ഓക്കെ, ഇത്ര മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, വി എക്സ്പ്ലെയിൻഡ് ആൻഡ് വിൽ കണ്ടിന്യൂ ദിസ് സെഷൻ. എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കിട്ടി, അതുമായിട്ട് കണക്റ്റഡ് തന്നെയാണ് അടുത്ത ടോപ്പിക്കും, ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, താങ്ക് യു.